കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന സംഭവത്തിൽ ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗം ഇന്ന്. ദേശീയപാത അതോറിറ്റി അധികൃതരും യോഗത്തിൽ പങ്കെടുക്കും. സംഘത്തിൽ നിന്ന് ജില്ലാ കളക്ടർ വിവരങ്ങൾ തേടും. എസ് വിനീഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, വലിയ അപകടം സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. അതിൽ എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയാവുക? അതുപോലെ തന്നെ എന്തുകൊണ്ടായിരിക്കും ഈ ദേശീയപാത ഇടിഞ്ഞു താണത് എന്ന തരത്തിൽ അതിലെന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേശീയപാത അതോറിറ്റി അധികൃതരിൽ നിന്നും വിശദമായിട്ട് വിശദീകരണവും തേടിയിട്ടുണ്ട്. ദേശീയപാത പ്രോജക്ട് ഡയറക്ടറും സൈറ്റ് എഞ്ചിനീയർമാരും കഴിഞ്ഞ ദിവസം തന്നെ സ്ഥലത്തെത്തുകയും അപകട കാരണം പരിശോധിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. തകർന്ന പാത അടിയന്തരമായി പുനർനിർമ്മിക്കുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാർ കമ്പനിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതായിട്ടാണ് ദേശീയ പാത അധികൃതർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. നിലവിൽ അവിടുത്തെ ഗതാഗതം പൂർണ്ണമായും നിലച്ച ഒരവസ്ഥയാണ്. ഇന്നലെ ഒരു 4 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ 4 വാഹനങ്ങളായിരുന്നു കുടുങ്ങിപ്പോയത്. പക്ഷെ ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം വലിയ ക്രെയിൻ ഉപയോഗിച്ച് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയിൽ രൂപപ്പെട്ട വലിയൊരു ഗർത്തം സംരക്ഷണ ഭിത്തിക്ക് വിള്ളലുകൾ സംഭവിച്ചു. അതുപോലെ തന്നെ മണ്ണ് താഴേക്ക് ഇടിഞ്ഞിറങ്ങിയ സാഹചര്യമുണ്ടായി. റോഡിന്റെ അടിഭാഗത്തെ മണ്ണ് പൂർണ്ണമായും ഒലിച്ചുപോയി. അങ്ങനെയാണ് സർവീസ് റോഡിന്റെ വിള്ളലുകൾ സംഭവിച്ചതും വാഹനങ്ങൾ കുടുങ്ങിപ്പോവുകയൊക്കെ ചെയ്തത്. തകർന്ന റോഡിൽ സ്കൂൾ ബസ് അടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ആളപായം ഒന്നും തന്നെ ഇല്ലായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവരെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്തു. അപ്പോ ഈ റോഡിന്റെ പുനർനിർമ്മാണവും ഗതാഗതവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം കളക്ടർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് കളക്ടറേറ്റിൽ കൂടും. അതിനുശേഷമാവും ഇതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ, തുടർന്നുള്ള നടപടിക്രമങ്ങളെ കുറിച്ചെല്ലാം അറിയാൻ കഴിയുക. വിനീഷ്, അതുപോലെ തന്നെ 3 പതിറ്റാണ്ട് മുമ്പ് റോഡ് ഉയർത്തി നിർമ്മിക്കാൻ ഒരു ശ്രമം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനനുയോജ്യമായ മണ്ണല്ല, സ്ഥലമല്ല എന്ന് കണ്ടെത്തലിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇവിടെ ദേശീയപാത നിർമ്മാണം നടന്നത് എന്ന് വേണം കരുതാൻ, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിന്റെ ഒരു നിർമ്മാണ വേളയിൽ തന്നെ തുടക്കത്തിൽ തന്നെ നാട്ടുകാർ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കാരണം അവർക്കറിയാം ആ ഒരു ഭാഗത്ത് മണ്ണിന്റെ ഒരു ഘടന എങ്ങനെയാണ്. പക്ഷേ ശാസ്ത്രീയമായ യാതൊരു പരിശോധനകളും ഇല്ലാതെയാണ് അത്തരത്തിലുള്ള നിർമ്മാണം അവിടെ നടത്തിയത്. അപ്പോ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ്, ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നെല്ലാം അന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇതൊന്നും തന്നെ മുഖവിലക്കെടുക്കാതെയുള്ള നിർമ്മാണമാണ് നടന്നു വന്നിരുന്നത്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അശാസ്ത്രീയമായ നിർമ്മാണം തന്നെയാണ്. അതിന്റെ വലിയൊരു അപകടം തന്നെയാണ് കഴിഞ്ഞ ദിവസവും സംഭവിച്ചത്. തുടർന്നും വീണ്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ഇനി നമ്മൾ എടുക്കേണ്ടത് എന്ന തരത്തിലുള്ള വിദഗ്ധർ തന്നെ കഴിഞ്ഞ ദിവസം പൊതുപ്രവർത്തകരടക്കം പറഞ്ഞിരുന്നു. ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ പ്രേമചന്ദ്രൻ MP അടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. അതുപോലെ തുടക്കത്തിൽ തന്നെ ഈ നാട്ടുകാരുടെ ഒരു പ്രതിഷേധം വലിയ രീതിയിലുണ്ടായിരുന്നു. കാരണം അവർ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ റോഡിന്റെ സൈഡിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ട് പോലും ഇത് അധികൃതർ മുഖവിലേക്ക് എടുത്തിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടവും കൂടി ഉണ്ടായപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് വേണ്ടതെന്നാണ് നാട്ടുകാരുടെ ഒരു ആവശ്യം. ശരി, എസ് വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ഇൻഡിഗോ വിമാന സർവീസുകൾ ഇന്നും റദ്ദാക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കുമെന്ന് ഇൻഡിഗോ CEO പീറ്റർ എൽബർട്ട്സ് അറിയിച്ചു. വിമാന സർവീസുകൾ മുടങ്ങിയതിൽ വ്യോമയാന മന്ത്രാലയം ഉന്നത അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം സജ്ജമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, 1000-ഓളം സർവീസുകൾ മുടങ്ങുക എന്ന് പറയുമ്പോൾ അത് യാത്രക്കാരെ വളരെയധികം ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. ഇതിൽ ഇൻഡിഗോ എന്ത് പരിഹാരമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് യാത്രക്കാരെ അറിയിച്ചിട്ടുള്ളത് ഇൻഡിഗോ ഇതുമായി ബന്ധപ്പെട്ട്? അനുശ്രീ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസാണ് ഇൻഡിഗോ. അവരുടെ വിമാന സർവീസുകൾ പകുതിയിലധികവും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത്. അവർ രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ വിമാനം കയറാനെത്തുന്നവർ വിമാനമില്ലാന്നറിയുന്നതോടുകൂടി, അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതായത് നാളെയൊക്കെ വിമാനത്തിൽ സഞ്ചരിക്കാനിരിക്കുന്നവർ ഇന്നലെ കഴിഞ്ഞ ദിവസമൊക്കെ അറിയുമ്പോൾ മറ്റ് വിമാനങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുമ്പോൾ എല്ലാം വലിയ
രീതിയിലുള്ള ടിക്കറ്റ് നിരക്കാണ് കാണുന്നത്. വലിയ രീതിയിൽ ടിക്കറ്റ് നിരക്ക് ഉയർന്നിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് പോകുന്നതിനൊക്കെ 3 ഇരട്ടിയാണ് ടിക്കറ്റ് റേറ്റ് ഇപ്പോൾ മറ്റ് വിമാന കമ്പനികൾ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി യാത്രക്കാർ നേരിടുന്നുണ്ട്. ഇതിനെ മറികടക്കാനായിട്ട് എല്ലാ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന ഇൻഡിഗോയിലെ ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് മുഴുവൻ പണവും റീഫണ്ട് ചെയ്യുന്നത് അടക്കമുള്ള നടപടികളാണ് ഇൻഡിഗോ സ്വീകരിക്കുന്നത്. മാത്രമല്ല ഡിസംബർ 15 കൊണ്ട് തന്നെ എല്ലാ സർവീസുകളും പഴയ രീതിയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിട്ടാണ് ഇൻഡിഗോ അധികൃതർ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ക്രൂ ഡ്യൂട്ടി ടൈമുണ്ട്. അതായത് ഈ പൈലറ്റുമാർക്ക് കൃത്യമായി ആഴ്ചയിൽ 48 മണിക്കൂർ കൃത്യമായ വ്യായാമം നൽകുക, വിശ്രമം നൽകുക, അതുപോലെ തന്നെ അവരുടെ ഡ്യൂട്ടി ടൈം അത് ഒരുപാട് 12 മണിക്കൂറിലധികമൊക്കെ നീണ്ടുപോകുന്നത് ഒഴിവാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടുണ്ടായിരുന്ന FDTL പ്രകാരം ഉണ്ടായിരുന്നത്. എന്നാൽ ആ FDTL താത്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ്. എയർ ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നു. ഡിസംബർ 15 വരെ ഇത് താത്കാലികമായെങ്കിലും ആ ഒരു പുതിയ ഡ്യൂട്ടി ടൈം മരവിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് ഉണ്ടായ ഈ സംഭവം എന്താണ് ഇതിനുള്ളിൽ സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ അന്വേഷിക്കാനായിട്ടൊരു 4 അംഗ ഉന്നത അന്വേഷണ സമിതിയെ എയർ ഏവിയേഷൻ വകുപ്പ് ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട്. ഇന്ന് ഇൻഡിഗോയുടെ 4ഓളം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റ് ട്രെയിനിലടക്കം ഇപ്പോൾ യാത്ര ചെയ്യാനായിട്ട് രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് ട്രെയിനുകളിൽ റെയിൽവേ കൂടുതൽ കോച്ചുകളെ ഏർപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് യാത്രക്കാർക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ ഏതൊക്കെ വഴിയാണോ സ്വീകരിക്കാൻ കഴിയുന്നത് അതെല്ലാം ചെയ്യുമെന്നുള്ള ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഡിസംബർ 15-നകം തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരും. കൂടാതെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് കാലാവസ്ഥ കനത്ത മൂടൽമഞ്ഞടക്കമുള്ള സാഹചര്യം കൂടി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഏത് തരത്തിലാണ് ഈ ഡ്യൂട്ടി ടൈം ക്രമീകരിച്ചാൽ പോലും ഇപ്പോഴും അവർക്ക് പൈലറ്റിൻ്റെ കുറവുകളുണ്ട്. അത് ഏത് തരത്തിലാണ് ഈ ഇൻഡിഗോ ശരിയാക്കാൻ പോകുന്നതെന്നുള്ള കാര്യമടക്കം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ FDTL ഇപ്പോൾ മരവിപ്പിച്ച നടപടി, ഏറ്റവും പുതിയ FDTL മരവിപ്പിച്ച നടപടി, അതിൽ പൈലറ്റുമാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. കാരണം തങ്ങൾ നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ പുതിയ ഒരു ജോലിക്രമം, അതായത് 48 മണിക്കൂർ വിശ്രമം എന്നുള്ളത് ആ ഒരു നടപടി മരവിപ്പിക്കുന്നതോടുകൂടി താങ്കൾ വീണ്ടും അധിക സമയം ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. തങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അത് മരവിപ്പിക്കരുതെന്നുള്ളൊരു ആവശ്യം പൈലറ്റുമാരുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂടി ചർച്ച ചെയ്തിട്ടായിരിക്കും ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാക്കുക. എന്തായാലും രാജ്യത്തെ വിവിധ എയർപോർട്ടുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്ന ഇൻഡിഗോ യാത്രികർ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ശരി, അഭിലാഷ് രാധാകൃഷ്ണനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. പുടിനായി രാഷ്ട്രപതി ഒരുക്കിയ വിരുന്നിൽ ശശി തരൂർ പങ്കെടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി. കേന്ദ്ര സർക്കാർ നടത്തുന്ന കളി കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണമെന്നും അതിന്റെ ഭാഗമാകരുതെന്നും കോൺഗ്രസ് നേതാവ് പവൻ ഖേര തുറന്നടിച്ചു. അത്താഴ വിരുന്നിലേക്ക് ലോക്സഭ രാജ്യസഭാ പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും ക്ഷണമുണ്ടായിരുന്നില്ല.